ഹലോ ഫ്രണ്ട്സ്, കോൺസുലേഷൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുകുന്ദനെ സോപ്പിടാൻ വേണ്ടി അഭി വരികയാണ് കേട്ടോ. അഭി മുകുന്ദനോട് വന്നിട്ട് പറയും, മഹിമ മുകുന്ദനെ കുറിച്ചിട്ട് കുറേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെക്കുറിച്ച് അവൾ എന്താ പറഞ്ഞേക്കുന്നത് പറഞ്ഞിട്ട് ചോദിക്കണം കേട്ടോ നമ്മുടെ മുകുന്ദൻ. അപ്പോൾ അഭി പറയും, വക്കീൽ ഒരു നല്ല ആളാണ്, എല്ലാവരും സഹായിക്കുന്ന ഒരാളാണ്, നല്ല മനസ്സുള്ള ആളാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ മുകുന്ദൻ നല്ല സന്തോഷം വരുന്നുണ്ട്, അവൾ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ പറഞ്ഞിട്ട്. എന്നിട്ട് മുകുന്ദൻ പിന്നെയും ചോദിക്കും, എന്നെക്കുറിച്ച് അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആ വക്കീലെ, അവൾ അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞത് കൊണ്ട് പറയും. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നമ്മുടെ ഗൗരിയമ്മ കയറി വരികയാണ്. ഗൗരിയമ്മ കയറി വന്നിട്ട് നമ്മുടെ മുകുന്ദൻ ഗൗരിയമ്മയോട് ആ സന്തോഷ വാർത്ത പറയും. അമ്മ എന്നെക്കുറിച്ച് മഹിമ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ നല്ലവനാണ്, എല്ലാവർക്കും സഹായം ചെയ്യണവനാണ്, അങ്ങനെയൊക്കെ മഹിമ ഇവനോട് പറഞ്ഞിട്ടുണ്ട് അമ്മയെ വേണ്ടിട്ട് പറയണേ, അവൾക്ക് എന്നോട് നല്ല ബഹുമാനമാണ് അമ്മയെ വേണ്ടിട്ട് പറയണേ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ ഗൗരമ്മയ്ക്ക് നല്ല സന്തോഷമാണ്, ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അബി അങ്ങനെ പറയണ ഒരുത്തനാണെന്ന് അറിയില്ല. അപ്പോൾ ഇവൻ ഇങ്ങനെയൊക്കെ പറഞ്ഞില്ല, അപ്പോൾ ഇവനൊന്ന് വീട്ടിൽ കയറ്റിയിട്ട് ചായയൊക്കെ കൊടുക്കുക, വാ നീ ഞാൻ ചായയൊക്കെ തരാൻ പറഞ്ഞിട്ട് മുകുന്ദനോട് അവനെ വീട്ടിൽ കയറ്റാൻ പറയണം കേട്ടോ. അവനിക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്, ഇതൊക്കെ പറഞ്ഞത് വിശ്വസിക്കുമോ പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവരും വിശ്വസിച്ചു എന്ന് അവനിക്ക് മനസ്സിലായി. പക്ഷേ ഇവരെല്ലാവരും അവനെ പൊട്ടനാക്കുകയെന്ന് അവനിക്ക് മനസ്സിലായില്ല. ലാസ്റ്റ് അത് മനസ്സിലായിക്കോളും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലൊക്കെ കയറി എന്നിട്ട് ചായയൊക്കെ കൊടുക്കാൻ വേണ്ടി നേരത്തെ നമ്മുടെ മഹിമയുടെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ. മഹിമ അവനെ കണ്ടതിന് ഷോക്കാവാണ്. മഹിമ അങ്ങോട്ട് കയറി വന്നത് നമ്മുടെ മുകുന്ദൻ പറയും, എന്നെക്കുറിച്ചുള്ള ഒരു സത്യം നീ അവനോട് പറഞ്ഞത് ഞാൻ അറിഞ്ഞല്ലോ. ഞാനോ? എന്ത് സത്യം പറഞ്ഞു? അല്ല, ഞാൻ നല്ലവനാണ്, എല്ലാവർക്കും സഹായം ചെയ്യുന്നവനാണ്, അങ്ങനെയൊക്കെ നീ അവനോട് പറഞ്ഞില്ലേ? പറഞ്ഞു. ശരി ആയിക്കോട്ടെ. അഭി, ഞാൻ പിന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പിന്നെയോ? എന്താ നീ പറഞ്ഞേക്കുന്നത് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാകും. സോപ്പിടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു നുണ പറഞ്ഞത്, അങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെയൊന്നും അല്ല, അങ്ങനെ ഒരു രീതിയിലല്ല പറഞ്ഞത്. അവൻ അങ്ങോട്ട് കുടുങ്ങി. എന്നിട്ട് ചായ കൊണ്ട് കൊടുത്തു ട്ടോ. എന്നിട്ട് പിന്നെ അവനിക്ക് എല്ലാവരും ചിരിച്ച് കളിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ അഭിക്ക് ഒരു ഡൗട്ട്, നിങ്ങളെന്തുവാ എന്നെ കളിയാക്കാണോ? നിങ്ങൾ മൂന്നാളും കൂടി വന്നിട്ട് പറയണേ, എന്താണ് നീ എന്നെക്കുറിച്ച് വിചാരിച്ച്? നീ പറയണതൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം മഹിമ എങ്ങനെയാണെന്ന്. അവൾ എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുട്ടിയാണ്. അപ്പം വേറെ ഒരാൾ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് അവളെക്കുറിച്ച് അറിയാൻ. അവൾ എന്നെ എങ്ങനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എനിക്കറിയാം. ഞാൻ അവളെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അവൾക്കും അറിയാം. നീ ഒരാളുടെ ഒരു ഇത് വന്നിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇതൊന്നും ഇല്ല പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ അഭി അങ്ങോട്ട് ആകെ ചമ്മി നാറാണ്. പറഞ്ഞതൊന്നും ഏറ്റില്ല എന്ന് ആൾക്ക് മനസ്സിലായി കേട്ടോ. നേരത്തെ വിചാരിച്ചതൊക്കെ മനസ്സിലായെന്നാണ്. എന്നിട്ട് നമ്മുടെ മുകുന്ദൻ അഭിയെ അവിടെ നാട്ടി ഓടിക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇരിക്കുന്നത് എപ്പിസോഡിൽ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.